ആകാശവാണി. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണമെന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ ജീവനാഡിയാണ് ഇന്ത്യൻ റെയിൽവേ. 19ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതു മുതൽ രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വികസനത്തിൽ റെയിൽവേ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽ ഗതാഗത സംവിധാനങ്ങളിലൊന്നായ ഇന്ത്യൻ റെയിൽവേ എക്കാലവും നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാജ്യത്തെ റെയിൽ സംവിധാനം ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. പുതിയ ട്രെയിനുകളുടെ എണ്ണത്തിലും റെയിൽ ലൈനുകളുടെ വികസനത്തിലും നവീകരണത്തിലും രാജ്യം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. റെയിൽ അടിസ്ഥാന സൗകര്യ വികസനം, യാത്രക്കാരുടെ സുരക്ഷ, യാത്രാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത എന്നിവ ലക്ഷ്യമിട്ട് സമഗ്രമായ സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത്, നമോ ഭാരത്, അമൃത് ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ റെയിൽവേ ശൃംഖലയും പരിവർത്തനത്തിന്റെ വഴിയിലാണ്. ഇന്ത്യൻ റെയിൽവേക്കായി അതിവേഗ അർദ്ധ ലക്ഷറി ട്രെയിൻ എന്ന ആശയം വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയിലായിരുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേഗമേറിയതും കാര്യക്ഷമവുമായ ട്രെയിൻ സർവീസുകളുടെ ആവശ്യകത പ്രകടമായിരുന്നു. അതിന്റെ ഫലമായാണ് 2019 ഫെബ്രുവരി 15 രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും തദ്ദേശീയ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത്. റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിലും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ആഭ്യന്തര ഉൽപാദന ശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസ് മാറി. കഴിഞ്ഞ 3 വർഷത്തിനിടെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചതായും രാജ്യത്താകെ 144 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. जब शताब्दी और राजधानी इंट्रोड्यूस हुई थी, जितने समय में देश के सारे राज्यों को कवर किया गया, अगर उस समय को कंपेयर करें, करीब 2 दशक से अधिक समय लगा था. आज प्रधानमंत्री जी ने वंदे भारत जब इंट्रोड्यूस की, 3 साल के शॉर्ट टाइम फ्रेम में देश के सारे राज्यों को कवर किया. 144 सर्विसेज आज वंदे भारत की चल रही है और देश भर से इसका बहुत अच्छा फीडबैक आता है. एक और वंदे भारत की डिमांड की है, देश भर से उसका डिमांड आता है. വന്ദേ ഭാരതിന്റെ മികച്ച യാത്രാ സൗകര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിലവാരമേറിയ ഇരിപ്പിടങ്ങൾ, വൃത്തിയുള്ള ശൗചാലയങ്ങൾ, മികച്ച ഭക്ഷണ സേവനം തുടങ്ങിയവ വന്ദേ ഭാരത് യാത്രികർക്ക് മെച്ചപ്പെട്ട യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നു. ഉയർന്ന വേഗതയിൽ ഓടുന്നത് കൊണ്ട് തന്നെ വന്ദേ ഭാരത് യാത്രികർക്ക് വളരെ വേഗത്തിൽ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. 2024 മാത്രം ഏകദേശം 2 കോടിയിലധികം പേരാണ് രാജ്യത്താകെ വന്ദേ ഭാരതിലൂടെ യാത്ര ചെയ്തത്. കേരളത്തിലും നിരവധി പേർ വന്ദേ ഭാരതിന്റെ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന യാത്രാ നിലവാരവും മെച്ചപ്പെട്ട സൗകര്യങ്ങളുമാണ് യാത്രയ്ക്ക് സ്ഥിരമായി വന്ദേ ഭാരതിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് യാത്രക്കാർ പറയുന്നു. വന്ദേ ഭാരത് വന്ന ശേഷം ഞാൻ എൻ്റെ പരമാവധി യാത്ര വന്ദേ ഭാരതിലാണ് നടത്തുന്നത്. എങ്ങനെയാണോ കയറുമ്പോഴുണ്ടാകുന്ന ശാരീരിക മാനസിക ഊർജം അതേപോലെ ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ പ്രധാന കാരണം. ഇതിനുള്ള കാരണം പലതാണ്. പ്രധാനമായി വൃത്തിയാണ്. ടോയ്ലറ്റ് ഏരിയ ആണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. സുഗന്ധപൂരിതമെന്ന് അല്ലെങ്കിലും തെറ്റു പറയാനില്ലാത്ത ഒരിടമാണത്. അതിൻ്റെ ഡിസൈനിങ് വളരെ കംഫർട്ടാണ്. പിന്നെ അതിൻ്റെ ട്രെയിനകത്തെ നിറം, ലേഔട്ട് വളരെ കംഫർട്ടാണ്. വൈഡായുള്ള ജനാലകൾ, പിന്നെ വിദൂരമായ പ്രകൃതി ദൃശ്യങ്ങളെ ഒരു ക്യാമറ പോലെ ആവാഹിക്കാൻ അതിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ രാജ്യം കാത്തിരിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെയും ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെയും വരവിനായാണ്. ഇവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇവ ഉടൻ അവതരിപ്പിക്കുമെന്ന് ഗുജറാത്തിലെ ഭാവ്നഗറിൽ 2025 ഓഗസ്റ്റ് 3 നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരുന്നു. നമോ ഭാരത്, അമൃത് ഭാരത്, വന്ദേ ഭാരത്, വരാനിരിക്കുന്ന വന്ദേ സ്ലീപ്പർ, ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങിയവ രാജ്യത്തിന്റെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ മുംബൈക്കും അഹമ്മദാബാദിനുമിടയിലുള്ള യാത്രാസമയം 2 മണിക്കൂറും 7 മിനിറ്റുമായി കുറയും.
കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്താകമാനം 34,000 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിച്ചതായും റെയിൽവേ വികസനത്തിനായി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ റെയിൽ ശൃംഖലയുടെയും DPR തയ്യാറാക്കൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതായും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം കായംകുളം ഉൾപ്പെടെ വിവിധ റെയിൽ ലൈനുകളുടെ DPRകളും ഇവയിൽ ഉൾപ്പെടുന്നു. യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം 12-ൽ നിന്ന് 14-ആയി വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. Trying to increase the capacity of railway network in Kerala. Today, the entire railway network in Kerala, our government under Prime Minister Shri Narendra Modi ji's leadership has taken up DPR preparation of very important entire railway network from Shornur to Mangalore, 3rd and 4th line DPR is going on. Shornur to Ernakulam, 3rd line DPR is going on. Shornur to Coimbatore, 99 kilometers, 3rd and 4th line DPR is being prepared. Ernakulam to Kayankulam, 115 kilometer, 3rd line DPR is being prepared. Kayankulam to Trivandrum, 105 kilometer, 3rd line DPR is being prepared. അതിനൂതന ട്രെയിനുകൾക്ക് പുറമെ റെയിൽവേ സ്റ്റേഷനുകളെ സ്മാർട്ടാക്കുന്നതിനുള്ള പദ്ധതികളും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന. റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും നവീകരിക്കുക, കാത്തിരിപ്പ് ഹാളുകൾ, ടോയ്ലറ്റുകൾ, പ്ലാറ്റ്ഫോമുകൾ, മേൽക്കൂര എന്നിവ മെച്ചപ്പെടുത്തുക, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങൾ ആവശ്യമായിടത്ത് സജ്ജീകരിക്കുക തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നത്. കേരളത്തിലെ 2 ഡിവിഷനുകളിലായി 30 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പദ്ധതിക്ക് കീഴിൽ നവീകരണം നടത്തിവരികയാണ്. ഇതോടൊപ്പം രാജ്യത്തെ 100 റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര മാതൃകയിലും വികസിപ്പിക്കുന്നുണ്ട്. സ്റ്റേഷൻ വികസനത്തിനൊപ്പം വാണിജ്യ സമുച്ചയങ്ങളും ഇവിടെ ഉയരും. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, കൊല്ലം, വർക്കല, തൃശൂർ സ്റ്റേഷനുകളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1,100 കോടി രൂപ ചെലവിൽ 18 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി പുനരുദ്ധരിച്ച 103 അമൃത് സ്റ്റേഷനുകൾ ഇക്കഴിഞ്ഞ മെയ് 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. കേരളത്തിലെ വടകര, ചിറയൻകീഴ് സ്റ്റേഷനുകളും ഇവയിൽ ഉൾപ്പെടുന്നു. വടകര റെയിൽവേ സ്റ്റേഷനിൽ 29.47 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ 7 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. റെയിൽ ഗതാഗതം ഉപയോഗപ്പെടുത്തുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പാക്കുക എന്നതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് വടകര റെയിൽവേ സ്റ്റേഷൻ സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ സിദ്ധാർത്ഥ് കെ വർമ്മ പറഞ്ഞു. മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ ഒരു പാസഞ്ചർ അമ്യൂണിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റെയിൽവേ സേഫ്റ്റി, ഈ 2 ഫാക്ടേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് അമൃത് ഭാരത് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പൊള്ളാച്ചി മുതൽ മംഗലാപുരം വഴി വരുന്ന ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ ഏകദേശം 16ഓളം റെയിൽവേ സ്റ്റേഷൻസ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. വടകര റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 30 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ആണ് റെയിൽവേസ് ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. പഴയ റെയിൽവേ ബിൽഡിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, അതായത് മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടോ, അതായത് വടകരയുടെ ഒരു പൈതൃകം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിങ്സും ബാക്കിയുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റും വെച്ചിരിക്കുന്നത് അത് മുൻനിർത്തിക്കൊണ്ടാണ്. അതിനോട് കൂടി തന്നെ പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റിംഗ് ഏരിയ, AC വെയിറ്റിംഗ് ഹാള്, non-AC വെയിറ്റിംഗ് ഹാൾസ്, നമ്പർ ഓഫ് ഈ സാധാരണ ഇരിക്കുന്ന സീറ്റുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, ഫുട് ഓവർ ബ്രിഡ്ജസ് കൂടാതെ ലിഫ്റ്റുകൾ, 3 ലിഫ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ചുള്ള സ്റ്റേഷനുകളാണ് നിലവിൽ നിർമ്മിക്കുന്നത്. അതിനായി പ്രത്യേക തുകയും അനുവദിക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിലെ 16 സ്റ്റേഷനുകളിലായി 249 കോടി രൂപയുടെ പദ്ധതികളാണ് നടക്കുന്നത്. തിരുവനന്തപുരം 497 കോടി രൂപ, തിരുവനന്തപുരം 497 കോടി, കോഴിക്കോട് 472.96 കോടി,
എറണാകുളം ജംഗ്ഷൻ 444.63 കോടി, കൊല്ലം 384.39 കോടി, എറണാകുളം ടൗൺ 226 കോടി, വർക്കല 133 കോടി എന്നിങ്ങനെയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ചെലവഴിക്കുക. കണ്ണൂർ ഒഴികെയുള്ള 15 സ്റ്റേഷനുകളിൽ ജനുവരിയിൽ പൂർത്തിയാകും. 9 ഇടങ്ങളിൽ പ്രവർത്തനങ്ങൾ 80% പൂർത്തിയായി. രാജ്യത്തുടനീളമുള്ള ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖം വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. നിങ്ങൾ കേട്ടത് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണമെന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധിൻ സൈനുദ്ദീൻ.